ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ അടുത്ത ചാപ്റ്റർ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും റെസൊനേറ്റ് ചെയ്യാൻ പറ്റുന്ന റീഡിംഗ് ആണ്. 3 കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. ദ വേൾഡ്, ദ സ്റ്റാർ, വീൽ ഓഫ് ഫോർച്യൂൺ. ഇന്ന് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കാൻ പോകുന്ന ഒരു എനർജി ഈ കാർഡ്സ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിച്ചു? ചിലപ്പോൾ നിരാശകൾ ഉണ്ടായിട്ടുണ്ടാവാം, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, കാത്തിരിപ്പുകൾ ഉണ്ടാവാം, നഷ്ടങ്ങൾ ഉണ്ടാവാം. ചില രാത്രികളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടാകാം. ചില ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് കാർഡ്സ് പറയുന്ന ആദ്യത്തെ സന്ദേശം വളരെ വ്യക്തമാണ്. ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. ഈ വാതിൽ തുറക്കുമ്പോൾ പഴയ ഭയങ്ങൾ അതിലൂടെ കടന്നു വരാൻ അനുവദിക്കരുത്. കാരണം നിങ്ങളുടെ പുതിയ ജീവിതം പഴയ ചിന്തകളോടെ ജീവിക്കാൻ കഴിയില്ല. ഈ റീഡിംഗ് ആദ്യമായി കാണുന്ന എനർജി ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾ പഴയ ആളല്ല. ജീവിതം നിങ്ങളെ ഒരുപാട് പഠിപ്പിച്ചു. ആളുകളെ വിശ്വസിക്കുന്നതിനെ കുറിച്ചിട്ട്, ക്ഷമയെക്കുറിച്ചിട്ട്, വേദനയെക്കുറിച്ചിട്ട്, ധൈര്യത്തെക്കുറിച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷേ നിങ്ങൾ മാറിയിരിക്കുന്നു. കാർഡ്സ് കാണിക്കുന്നത് ഈ പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം നേടുന്നത് ക്ലാരിറ്റിയാണ്. ഇതുവരെ കൺഫ്യൂസിംഗ് ആയിരുന്ന പല കാര്യങ്ങൾക്കും ഉത്തരങ്ങൾ ലഭിക്കും. ചില ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയത്, ചില അവസരങ്ങൾ എന്തുകൊണ്ടാണ് നഷ്ടമായത്, ചില സ്വപ്നങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത്, ഇവയുടെ അർത്ഥം പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. കാരണം ചിലപ്പോൾ നമ്മൾ പിന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിലെ ഓരോ സംഭവത്തിനും ഒരു കാരണം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ റീഡിങ്ങിൽ മറ്റൊരു ശക്തമായ എനർജി കാണുന്നത് പുതിയ ആളുകൾ. നിങ്ങളുടെ അടുത്ത ചാപ്റ്ററിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ വരാം. നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ വരാം. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ആളുകൾ വരാം. അതുകൊണ്ട് പഴയ റിലേഷൻഷിപ്പിൽ മാത്രം പിടിച്ചു നിൽക്കരുത്. പുതിയ ആളുകൾക്ക് ജീവിതത്തിൽ ഇടം നൽകുക. കരിയർ എനർജി നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് കാണുന്നുണ്ട്. ഒരു പുതിയ ജോലി, പുതിയ പ്രൊജക്റ്റ്, പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ. നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമം ഇനി ഫലം കാണാൻ തുടങ്ങുന്ന സമയമാണ്. ഫിനാൻഷ്യൽ എനർജിയും മെച്ചപ്പെടുന്നുണ്ട്. ഓവർനൈറ്റ് മിറാക്കിൾ അല്ല, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെബിലിറ്റി കിട്ടാൻ പോവുകയാണ്. ഒരു ചെറിയ മാറ്റം, പിന്നീട് വലിയ മാറ്റം. അതാണ് കാർഡ്സ് കാണിക്കുന്നത്. ലവ് എനർജിയിൽ ഹീലിംഗ് ആണ് ആദ്യം വരുന്നത്. നിങ്ങൾ പഴയ വേദനകളിൽ നിന്ന് പതുക്കെ പുറത്തു വരികയാണ്. നിങ്ങളുടെ ഹൃദയം വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. നിങ്ങൾ വീണ്ടും ചിരിക്കാൻ പഠിക്കുന്നു. നിങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാൻ പഠിക്കുന്നു. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നീ പുതിയ ജീവിതത്തിന് തയ്യാറാണോ? കാരണം പലപ്പോഴും നമുക്ക് പുതിയ ചാപ്റ്റർ വേണം, പക്ഷെ പഴയ പേജ് വിടാൻ തയ്യാറാകില്ല നമ്മൾ. രണ്ടും ഒരുമിച്ച് നടക്കില്ല. പുതിയ ചാപ്റ്റർ തുടങ്ങണമെങ്കിൽ പഴയ ചാപ്റ്റർ നന്ദിയോടെ അടക്കണം. അത് മറക്കണം എന്നല്ല, അതിൽ നിന്ന് പഠിക്കണം എന്നാണ്. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ഭാവിയെ മനസ്സിൽ കാണൂ. 6 മാസം കഴിഞ്ഞുള്ള നിങ്ങളെ കാണൂ. 1 വർഷം കഴിഞ്ഞുള്ള നിങ്ങളെ കാണൂ. ആ വ്യക്തി എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എത്ര കോൺഫിഡൻസ് ഉണ്ട്, ആ എനർജി ഇപ്പോൾ തന്നെ അനുഭവിക്കൂ. കാരണം കാർഡ്സ് പറയുന്നത് ആ ഫ്യൂച്ചർ വേർഷൻ ഇതിനകം നിങ്ങളിലുണ്ട്. നിങ്ങൾ അതിലേക്ക് നടന്നു പോകുകയാണ്. ഇന്നത്തെ പ്രധാന സന്ദേശം, മാറ്റത്തെ ഭയപ്പെടരുത്. പുതിയ അവസരങ്ങളെ സ്വീകരിക്കണം. പഴയ വേദനകളെ വിട്ട് കളഞ്ഞേക്കൂ. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വിശ്വസിക്കൂ. നിങ്ങൾ തയ്യാറാണ്. ഈ റീഡിങ്ങിൻ്റെ അവസാനത്തിൽ ഒരു അഫർമേഷൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പുതിയ ജീവിതത്തിൻ്റെ അധ്യായം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നു. ഞാൻ മാറ്റത്തിന് തയ്യാറാണ്. എൻ്റെ ഏറ്റവും മനോഹരമായ ചാപ്റ്റർ ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങളോട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂ ചാപ്റ്റർ എന്ന് കമൻറ്റ് ചെയ്യുക.
ഇനി യൂണിവേഴ്സ് തുറക്കാൻ പോകുന്ന ആ പുതിയ വാതിലുകൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ റീഡിംഗ് ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഇതിനകം ആരംഭിച്ചിട്ടുണ്ടാകാം. കാരണം ചിലപ്പോൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നത് പുറത്ത് നിന്നല്ല, അതാദ്യം നമ്മുടെ മനസ്സിലാണ് ആരംഭിക്കുന്നത്. കാർഡ്സ് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ വളരെ കാലമായി ഒരേ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ തോന്നിയിരിക്കാം. എത്ര ശ്രമിച്ചാലും ഒരേ പ്രശ്നങ്ങൾ, ഒരേ നിരാശകൾ, ഒരേ കാത്തിരിപ്പുകൾ. എന്നാൽ ഈ എനർജി ഇനി മാറാൻ പോവുകയാണ്. ആദ്യ വാതിൽ എന്ന് പറയുന്നത് പുതിയ അവസരങ്ങളാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച വഴിയിലൂടെ ആയിരിക്കണമെന്നില്ല, പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ട വഴിയായിരിക്കും. ഒരു പുതിയ ജോലി, ഒരു പുതിയ ബിസിനസ് ആശയം, ഒരു പുതിയ പഠനാവസരം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റുന്ന ഒരു ചെറിയ തീരുമാനം. ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ വളരെ ചെറിയ ഒരു തീരുമാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവസരങ്ങൾ വന്നാൽ ഭയന്ന് പിന്നോട്ട് പോകരുത്. കരിയർ എനർജി കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ ഇനി കൂടുതൽ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങും എന്നാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനം ഇനി ഫലം കാണാൻ തുടങ്ങും എന്നാണ്. ചിലർക്കായിട്ട് പ്രൊമോഷൻ, ന്യൂ പ്രോജക്റ്റ്, ബെറ്റർ സാലറി, ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇവയുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു അവസരം ലഭിക്കുമ്പോൾ എനിക്കിത് കഴിയുമോ എന്നതിന് പകരം ഞാൻ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറയുക. കാരണം കോൺഫിഡൻസ് എന്നത് എല്ലാം അറിയുന്നതിൽ നിന്നല്ല, പഠിക്കാൻ തയ്യാറാകുന്നതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫൈനാൻഷ്യൽ എനർജി ഈ ചാപ്റ്ററിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ചേഞ്ച് കാണുന്നു. അതൊരു വലിയ ലോട്ടറി അല്ല, പക്ഷെ ജീവിതത്തിന് സ്ഥിരത നൽകുന്ന വളർച്ചയാണ്. ഒരു പുതിയ വരുമാന മാർഗം, ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥ, ഭാവിയെക്കുറിച്ചുള്ള ഭയം കുറയുന്ന സമയം. യൂണിവേഴ്സ് പറയുന്നത് സമൃദ്ധി പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇനി ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. ഈ പുതിയ ചാപ്റ്ററിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മാറ്റം കാണുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ കൂടുതൽ അടുത്ത് വരും. നിങ്ങളുടെ എനർജിയെ വിലമതിക്കാത്തവർ പതുക്കെ അകന്നു പോകും. ഇത് നഷ്ടമല്ല, ഇതൊരു ഫിൽറ്ററിങ് പ്രോസസ്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ആളുകൾക്ക് ഇടം ഒരുക്കുന്ന ഒരു മാറ്റം. ഇനി സ്പിരിച്വലി ഉള്ള ഗ്രോത്ത് കാർഡ്സ് പറയുന്ന മറ്റൊരു വലിയ സന്ദേശമാണ്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നതാണ്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ഉള്ളിലെ ശബ്ദം അവഗണിക്കരുത്, കാരണം അതാണ് നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നത്. ഒരു കാര്യം വിട്ടേക്കേണ്ട സമയം. ഈ പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, നിനക്ക് ഇനി ആവശ്യമില്ലാത്തത് എന്താണ്? പഴയ ഭയം അല്ലെങ്കിൽ കുറ്റബോധം, പഴയ നിരാശ, പഴയ ബന്ധം എന്താണെങ്കിലും അത് വിട്ടയക്കാൻ തയ്യാറാകുക. കാരണം 2 കൈകളും നിറഞ്ഞിരിക്കുമ്പോൾ പുതിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. ഡിവൈൻ മെസ്സേജ് ഇതാണ്: നിങ്ങൾ ഇന്ന് എവിടെയാണോ അത് നിങ്ങളുടെ അവസാന ഡെസ്റ്റിനേഷൻ അല്ല. നിങ്ങളുടെ കഥയിലെ ഭാഗം, ഏറ്റവും മനോഹരമായ ഭാഗം ഇനി എഴുതപ്പെടാനിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷ വിടരുത്, വിശ്വാസം നഷ്ടപ്പെടരുത്. നിങ്ങളുടെ ജേണി മറ്റാരുമായും കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ സമയം നിങ്ങൾക്കായി തന്നെ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. 1 വർഷത്തിന് ശേഷമുള്ള നിങ്ങളെ തന്നെ മനസ്സിൽ കാണുക. നിങ്ങൾ കൂടുതൽ സന്തോഷവാനാണ്, കൂടുതൽ സമാധാനത്തിലാണ്, കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. ആ ഫ്യൂച്ചർ വേർഷൻ നിങ്ങളെ നോക്കി പറയുന്നത് കേൾക്കുക: ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ, എല്ലാം ശരിയാകും. ഇനി ഇവിടെ വരെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങൾ വെറുമൊരു റീഡിംഗ് കാണുന്നില്ല, പകരം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഇനി ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഏറെ നാളായി നിങ്ങളെ തന്നെ സംശയിച്ചിട്ടുണ്ടാവാം. എനിക്ക് ശരിക്കും
കഴിയുമോ? ഞാൻ ശരിയായ വഴിയിലാണോ? എൻ്റെ ജീവിതം എപ്പോഴാണ് മാറുക? ഈ ചോദ്യങ്ങൾ പലതവണ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് നീ കരുതുന്നതിലും അടുത്താണ്. ഒരു പുതിയ പ്രഭാതം, ഓരോ രാത്രിക്ക് ശേഷം ഒരു പുതിയ പ്രഭാതം വരുന്നത് പോലെ ഓരോ കഷ്ടപ്പാടിന് ശേഷം ഒരു പുതിയ തുടക്കം വരും. നിങ്ങളുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ പാഠങ്ങളും ഇനി നിങ്ങളുടെ ശക്തിയാകാൻ പോവുകയാണ്. ഒരിക്കൽ നിങ്ങളെ കരയിച്ച അനുഭവങ്ങൾ ഇനി നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ഒരിക്കൽ നിങ്ങളെ തകർത്ത ആളുകൾ ഇനി നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം തിരികെ വരുന്നു. ഈ ന്യൂ ചാപ്റ്ററിൽ നിങ്ങൾ വീണ്ടും നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന നിങ്ങൾ ഇനി വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം കണ്ടെത്തുകയാണ്. നിങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. പുറത്തെ ലോകം മാറുന്നതിന് മുമ്പ് നിങ്ങൾ മാറുന്നു. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ജോലി നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. ചിലർക്കായിട്ട് ഒരു പുതിയ ഉത്തരവാദിത്തം, ചിലർക്കായിട്ട് ഒരു പുതിയ ടീം, ചിലർക്കായിട്ട് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു ധൈര്യം. കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ മറച്ചു വയ്ക്കരുത്. ലോകത്തിന് നിങ്ങളുടെ കഴിവ് കാണിക്കേണ്ട സമയം വന്നിരിക്കുന്നു. നിങ്ങൾ കൂടുതൽ സമാധാനമുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങും. ഡ്രാമ കുറയും, കൺഫ്യൂഷൻ കുറയും. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ പതുക്കെ അകന്നു പോകും. നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ആളുകളാണ് ഇനി നിങ്ങളുടെ ചുറ്റും കൂടുതലായി വരുന്നത്. അതാണ് ഹെൽത്തി എനർജി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്. കാർഡ്സിൽ ഒരു സർപ്രൈസ് എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു നല്ല വാർത്ത, ഒരു പുതിയ അവസരം, ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ചെറിയ മിറാക്കിൾ, ഇവയിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ തുറന്നു വയ്ക്കൂ. ജീവിതം നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. ഒരു ചോദ്യം ഞാനിപ്പോൾ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ആ വ്യക്തിയെ മനസ്സിൽ കാണൂ. അവരെങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ചിരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആ ഒരു വേർഷൻ ഓഫ് വ്യൂ ഇപ്പോൾ നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് പുറത്തു വരാൻ കാത്തിരിക്കുകയാണ്. ഇനി ഈ റീഡിങ്ങിൻ്റെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. ഇവിടെ വരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ റീഡിങ്ങിൽ നിങ്ങളിലേക്ക് വന്നത് ഒരു കാരണത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചിലപ്പോൾ നമ്മൾ ഏറ്റവും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന സമയത്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഒരുക്കുന്നത്. കാർഡ്സ് ഈ മുഴുവൻ റീഡിങ്ങിലും ഒരേ ഒരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. അതെ, ഒരു രാത്രി കൊണ്ട് എല്ലാം മാറുമെന്നല്ല, പക്ഷേ ഇനി ഓരോ ചെറിയ തീരുമാനവും, ഓരോ പുതിയ അവസരവും, ഓരോ പുതിയ വ്യക്തിയും നിങ്ങളെ ഒരു മികച്ച ഭാവിയിലേക്ക് നയിക്കും എന്നാണ്. പഴയ ജീവിതത്തിനോട് നന്ദി പറയുക. നിങ്ങൾ കടന്നുപോയ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾക്കും നന്ദി പറയുക. കാരണം അവർ നിങ്ങളെ ശക്തനാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാത്തിരിപ്പിച്ച സാഹചര്യങ്ങൾക്കും നന്ദി പറയുക. കാരണം അവ നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുകയാണ് ചെയ്തത്. പരാജയങ്ങൾക്ക് നന്ദി പറയുക. കാരണം അവ വിജയത്തിൻ്റെ വില പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് നടക്കാനുള്ള സമയമാണ്. പുതിയ ചാപ്റ്റർ നിങ്ങൾ ആരായിരിക്കും? കാർഡ്സ് പറയുന്നത് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ഇന്നത്തെ നിങ്ങളായിരിക്കണം എന്നില്ല. നിങ്ങളുടെ ചിന്തകൾ മാറും, നിങ്ങളുടെ എനർജി മാറും, നിങ്ങളുടെ കോൺഫിഡൻസ് വളരും, നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം കൂടുതലായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ പഠിക്കും. സ്വയം സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കും. ഇല്ല എന്ന് പറയേണ്ടടുത്ത് പറയാൻ നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ വാല്യൂ അറിയുന്ന ആളുകളെ മാത്രമേ ഇനി നിങ്ങൾ ജീവിതത്തിൽ അനുവദിക്കൂ. നിങ്ങൾ ചെയ്ത എല്ലാ പരിശ്രമങ്ങൾക്കും പതുക്കെ ഫലം ലഭിക്കാൻ തുടങ്ങും. ഒരു പുതിയ അവസരം, പുതിയ ഉത്തരവാദിത്തം, സാമ്പത്തിക പുരോഗതി, ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷം, ഇവയിലൊന്നോ അതിലധികമോ ഈ പുതിയ ചാപ്റ്ററിൽ കാണുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരവും ഭയത്തോടെയല്ല, ധൈര്യത്തോടെ സ്വീകരിക്കുക. സ്നേഹത്തെക്കുറിച്ചുള്ള കാർഡ്സ് പറയുന്നത് ഇനി കൺഫ്യൂഷനല്ല, ക്ലാരിറ്റി തിരഞ്ഞെടുക്കും. നിങ്ങളെ വിലമതിക്കുന്നവരോടൊപ്പം നിൽക്കും. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പതുക്കെ അകന്നു പോകും. കാരണം ഈ പുതിയ ചാപ്റ്ററിൽ സെൽഫ് ലവ് ആണ് ഫൗണ്ടേഷൻ.
അവസാന ഡിവൈൻ മെസ്സേജ് ഇതാണ്. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, നീ തയ്യാറാണ്, ഭയപ്പെടരുത്. വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. പഴയ വാതിലുകൾ അടയുന്നത് പുതിയ വാതിലുകൾ തുറക്കാനാണ്. ഈ റീഡിംഗ് നിങ്ങളിപ്പോൾ കണ്ടത് നിങ്ങളുടെ ജീവിതം നാളെ തന്നെ മാറുമെന്ന് ഉറപ്പല്ല, പക്ഷേ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, മാറ്റം സാധ്യമാണ്, പ്രതീക്ഷയ്ക്ക് അർത്ഥമുണ്ട്. നിങ്ങളുടെ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള ഭാവിയെ മനസ്സിൽ കാണുക. നിങ്ങൾ ചിരിക്കുകയാണ്, നിങ്ങൾ മനസ്സമാധാനത്തിലാണ്, നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ കുടുംബം സന്തോഷത്തിലാണ്, നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കുകയാണ്. ആ അനുഭവം ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ അനുഭവിക്കുക. കാരണം ഓരോ വലിയ മാറ്റവും ആദ്യം മനസ്സിലാണ് ജന്മമെടുക്കുന്നത്, ശേഷമാണ് അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇന്നത്തെ അവസാനത്തെ അഫർമേഷൻസ് ഇതൊക്കെയാണ്. ഞാൻ എൻ്റെ പുതിയ ജീവിതത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്.